education is the most powerful weapon which you can use to change the world. നെൽസൺ മണ്ടേലയുടെ ഈ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ വേണം നമുക്ക് ഇങ്ങനെ ഒരു ചടങ്ങിന് ഇന്നിവിടെ തുടക്കം കുറിക്കാനായിട്ട്. നമ്മുടെ 1-to-1 ടീമിൻ്റെ, നമ്മുടെ 1-to-1 ഫാമിലിയിലെ കുഞ്ഞുങ്ങൾ 10th grade, 12th grade ആൻഡ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ട്, അതായത് അവരുടെ ജീവിതത്തിൽ ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയർ ചൂസ് ചെയ്യുന്ന ഒരു മൈൽ സ്റ്റോൺ, നാഴികക്കല്ലാണ് അല്ലേ ഈ 3 കാര്യങ്ങളെന്ന് പറയുന്നത്. എപ്പോഴും പണ്ടേ നമ്മൾ അങ്ങനെ തന്നെയാണ് അതിനെ കാത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിലെ അത്രയും സുപ്രധാനമായ നാഴികക്കല്ലുകൾ പിന്നിട്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ശരിക്കും കുട്ടികളോടാണ് ഇത്. ഒരു ലക്ഷ്യസ്ഥാനമല്ല, നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു തുടക്കമാണ്. അപ്പം ഇതെന്ന് പറയുന്നത് വെറും മാർക്കുകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ മാത്രം കിട്ടിയിട്ട് നമ്മൾ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ല. നിങ്ങളുടെ കഠിനാധ്വാനമാണ്, നിങ്ങളുടെ പ്രയത്നമാണ്, ഒരുപാട് പ്രതീക്ഷകളാണ്, സ്വപ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ദിസ് ഇസ് സെലിബ്രേഷൻ. അപ്പം അതിന് ആദ്യം തന്നെ എല്ലാവരെയും ഒരിക്കൽ കൂടി 1-to-1 ടീമിലേക്ക്, 1-to-1 ഫാമിലിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യട്ടെ. 1-to-1 മീഡിയയെക്കുറിച്ച് കൂടുതൽ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് തന്നെ എനിക്കറിയാം. 1-to-1 മീഡിയ എന്ന് പറയുന്നത് നമുക്കറിയാം കലാ, സാംസ്കാരിക, സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു കൂട്ടായ്മയാണ്. അതിനെ നെഞ്ചിലേറ്റുന്ന ഒരു കുടുംബം തന്നെയാണ് 1-to-1 എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇതിനോടകം നിരവധി സിനിമകൾ, ഷോർട്ട് ഫിലിമുകൾ, മ്യൂസിക് ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം അതൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയട്ടെ. നമുക്ക് 150K സബ്സ്ക്രൈബേഴ്സ് ആണ്. അത് ക്രോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം യൂട്യൂബ് ചാനൽ. അപ്പോൾ സോ അത് നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു വിജയമാണ്. നമ്മുടെ ആ ഫാമിലി ഇങ്ങനെ എക്സ്പാൻഡഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് ഇനി ഒരുപാട് മുന്നിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ സപ്പോർട്ട് തന്നെയാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഇതിൻ്റെ ദ മാൻ ബിഹൈൻഡ് 1-to-1 മീഡിയ, നമ്മുടെ പ്രിയപ്പെട്ട മൻസൂർ അലി. അദ്ദേഹത്തിന് വളരെ സ്നേഹത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. നല്ലൊരു കയ്യടി. നമ്മുടെ പണങ്ങളിൽ മിസ്റ്റർ മൻസൂർ അലി, നമ്മുടെ പ്രിയപ്പെട്ട മൻഷിക്ക, അദ്ദേഹമാണ് ദേ നമ്മളോടൊപ്പം ഉള്ളത്. ഇവരെയൊക്കെ ഒഫീഷ്യലി സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിരുന്നാൽ പോലും മൻഷിക്ക ഇങ്ങനെ തന്നെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. എന്താ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല എന്നാണ് മൻഷിക്കയോട് പറയുന്നത്. 2 വാക്ക് പ്ലീസ്. വളരെ സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യം തന്നെ ക്ഷമയോദിക്കുകയാണ്. വെതർ നമുക്കെതിരാണ്. പ്രതീക്ഷിക്കാതാണ് ഇന്നൊരു ഡേറ്റ് ഫിക്സ് ചെയ്തത്. ഫാമിലിയൊക്കെ നാട്ടിൽ തിരിച്ചു പോകേണ്ട സമയമാണ്. കുട്ടികളൊക്കെ അതത് എക്സാമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. മറ്റൊരു വേദി ട്രംപ് സംവദിക്കാത്തതുകൊണ്ടും നമ്മൾ ഒത്തൊരുത്ത് കിട്ടാത്തതുകൊണ്ടും വേണ്ടി മാത്രം നമ്മളിങ്ങനെ വീട്ടിലെ ഒരു ക്ലബ് ഹൗസിൽ ഒത്തുകൂടിയ ക്ഷമയോദിക്കുകയാണ്. അറിയാം, ഇവിടെ പറഞ്ഞു കഴിഞ്ഞു 1-to-1 മീഡിയ. 1-to-1 മീഡിയ അല്ല നമ്മുടെ മെയിൻ ബേസിക് സൗഹൃദം തന്നെയാണ്. ആ സൗഹൃദത്തിന് ഒരു പേര് നൽകിക്കൊണ്ടാണ് ടീം 1-to-1 2016 തുടക്കം കുറിച്ച്. ഒരു സന്തോഷം എന്ന് പറയട്ടെ, ഇന്നത്തേക്ക് 10 വർഷം 1-to-1 മീഡിയ. ആ 1-to-1 മീഡിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുറക്കുള്ള ഒരുപാട് കഥകൾ പറയാം. കഴിഞ്ഞ കാല വർഷങ്ങളിലൊക്കെ എല്ലാ വർഷവും കുട്ടികൾ പാസ്സാവുന്ന എല്ലാ അക്കാഡമിക് ഇയറിലും നമ്മൾ ആദരിക്കാറുണ്ട്, അവരെ ബഹുമാനിക്കാറുണ്ട്, അവരെ അഡ്രസ്സ് ചെയ്യാറുണ്ട്, അവർ നാട്ടിലുള്ളവർ നാട്ടിൽ പോയി അഡ്രസ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് വളരെ സർപ്രൈസ് ആയിക്കൊണ്ട് നമ്മളെ പാരൻസിനെ ഞെട്ടിച്ചുകൊണ്ടാണ് എല്ലാ കുട്ടികളുടെ വിജയം. A+ ഇല്ലാത്തൊരു കുട്ടികളില്ല അവിടെ. A+ ഇല്ലാത്ത ഒരു വിദ്യാർത്ഥി പോലും ഈ വേദിയിലില്ല. എല്ലാവരും ഗ്രാജുവേഷൻ കിട്ടിയ കുട്ടികളുണ്ട്, +2 റിസൾട്ട് കിട്ടിയവരുണ്ട്, SSLC കിട്ടിയവരുണ്ട്, താഴ്ന്ന ക്ലാസ്സുകളിൽ ടോപ്പ് മാർക്ക് കിട്ടിയ കുട്ടികളൊരുക്കുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ കാണാതെ പോകരുത്. നമ്മളിപ്പോൾ ഒരു വലിയൊരു കൈയടി കുട്ടികൾ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളാണ്, നിങ്ങൾ കുട്ടികളോട് ഞാൻ പറയുന്നത്, കുട്ടികൾക്ക് സമ്മാനം കൊടുക്കേണ്ടത് നിങ്ങൾ രക്ഷിതാക്കൾക്കാണ്. ആ രക്ഷിതാക്കൾക്ക് വേണ്ടി കുട്ടികളുടെ ഒരു കൈയടി ഇന്നിവിടെ പാസ്സാക്കണം. അതിന് സക്സസ് ആയിട്ടാണ് മറന്നുപോകരുത്. നിങ്ങൾ അധ്യാപകർ മറന്നു പോകാൻ പാടില്ല. എപ്പോഴും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെയാണ് നിങ്ങൾ 1-to-1 മീഡിയ കൺട്രോൾ കിട്ടോ. അതിലാണ് അധികം നേരം മൊബൈലിൽ കാണില്ല. നിങ്ങൾ ഏറ്റവും വലിയ വൈഫൈ ഉമ്മയും ഉപ്പയാണ് കരുതുക, അല്ലെങ്കിൽ അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ വൈഫൈ. ആ വൈഫൈൻ്റെ ബന്ധം ഉണ്ടെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് നെറ്റ്വർക്ക് കിട്ടാതെ പോകില്ല. അതുകൊണ്ട് തന്നെ താങ്ക് യു. ഫ്രഷ് ഒന്നുമില്ല, ഇനിയൊന്നും പറയുന്നില്ല. അപ്പം ഈ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ജ്യേഷ്ഠാനുജന്മാർക്കും ഒരിക്കൽ കൂടി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓരോരുത്തരായിട്ട് വിളിക്കുന്ന സമയത്ത് നമുക്ക് ആ മൊമെൻറ്റുകൾ ഏറ്റുവാങ്ങാം. കൂടുതൽ സപ്പോർട്ട്, കൈയ്യോടുകൾ കൂടി സപ്പോർട്ട് വിതരണം ചെയ്യാം. പിന്നെ നമ്മൾ അപ്സരസിൻ്റെ മകൾ ഇവിടെ വേദിയിൽ പാടുന്നുണ്ട്. ICC സ്റ്റാർ സിംഗറിൽ ഏറ്റവും ടോപ്പ് 5 സെലക്ട് ആയിപ്പെട്ട നമ്മുടെ സ്വന്തം വൈഷ്ണവി അല്ലേ,
വൈഷ്ണവീസ് പെർഫോമൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ കുട്ടികൾ ഡാൻസ് കളിക്കുന്നു പറഞ്ഞിരുന്നു, പക്ഷേ വെതർ കണ്ടീഷൻ എന്താണെന്ന് അറിയില്ല. എന്തായാലും അവരുണ്ടെങ്കിൽ അവരും കളിക്കുന്നതായിരിക്കും. പിന്നെ 1 by 1 പെട്ടെന്ന് തീർക്കാം. പിന്നെ ഒരുക്കിയ ഒരു ഡിലീഷ്യസ് ഫുഡ് ഉണ്ട്, അത് കഴിച്ച് നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും. താങ്ക് യു മൻഷുക. ഇതൊക്കെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇൻട്രഡക്ഷൻ? കുട്ടി ഉറങ്ങുന്നുണ്ട്, ശരിയാണ്, പക്ഷെ നമ്മുടെ കയ്യിലേക്ക് കുറവ് വരുത്തണം. Thank you so much. Congratulations. ഫ്രണ്ടാണ് ഐഷയ്ക്ക് ഈ ഒരു മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹവും സന്തോഷവും നമ്മുടെ ഒരു ചെറിയ ആദരവും നമ്മുടെ അഭിമാന നിമിഷമാണ് നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇവിടെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അർപ്പിതയും ദീപ്തി ഇപ്പം നാട്ടിലാണ്. രൂപേഷ് ചേട്ടനാണ് ഈ ഒരു മെമെന്റോ ഏറ്റുവാങ്ങുന്നത് ഓൺ ബിഹാഫ് ഓഫ് അർപ്പിത. ആൻഡ് താങ്ക് യു സോ മച്ച് ഫൈസലിക്ക, ഫൈസൽ മൂസ. യെസ്, വൺസ് അഗൈൻ കൺഗ്രാറ്റുലേഷൻസ് റന. താങ്ക് യു ജലീൽ. നമ്മുടെ 1 to 1 ഫാമിലി, 1 to 1 ടീമിന്റെ എല്ലാ സ്നേഹവും ഐഷ ഫൈഹയെ അറിയിക്കുക. യെസ്, ഇത് നമ്മുടെ അടുത്ത ഒരു സ്റ്റാർ ഐഷ സെൻഹയാണ് ഇവിടെ ഉള്ളത്. MES ഇന്ത്യൻ സ്കൂളിൽ നിന്ന് ഇപ്പോൾ +2 കഴിഞ്ഞു. ഡോട്ടർ ഓഫ് ഉസ്മാൻ ആൻഡ് ഷബന. കൺഗ്രാറ്റുലേഷൻസ് മോളെ. കൺഗ്രാറ്റുലേഷൻസ് വൈഷ്ണവി ശരത്. പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെ മാളൂട്ടിയാണ് ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഈ ഒരു മെമെന്റോ ഏറ്റുവാങ്ങുന്നത്. താങ്ക് യു ഷൗക്കത്ത്. മീഡിയയുടെ ഒരു സ്നേഹോപഹാരം. റിയലി ബ്യൂട്ടിഫുൾ. നല്ല കയ്യടിയാവാം. നമ്മുടെ സ്നേഹമാണ്, നമ്മുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ കയ്യടിയിലൂടെ അവരെ അറിയിക്കുന്നത്. അവാർഡ് വാങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് താഴെയുള്ളവർക്കൊക്കെ ഒരു പ്രചോദനമാവട്ടെ ഈ ഒരു അംഗീകാരം. ഇനി കൂടുതൽ പേർക്ക് നമ്മുടെ 1 to 1 മീഡിയക്ക് ഇതുപോലത്തെ ഉപഹാരങ്ങൾ കൊടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഫോർ ഗേൾസ് നടക്കാവിൽ നിന്നാണ് മോള് 10th പാസ് ഔട്ട് ആയിരിക്കുന്നത്. ഐഷ ഫൈഹ, കൺഗ്രാറ്റുലേഷൻസ്. ഫർഹാസിക്കയെ കുറിച്ച് എന്ത് പറയാനാണ് അല്ലേ? ഫർഹാസിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഏത് കലാപരമായിട്ടുള്ള ഏത് കാര്യത്തിലായാലും ഫർഹാസിക്കയുടെ ഒരു കയ്യൊപ്പ് പതിക്കാത്തൊരു സ്ഥലമില്ല. താങ്ക് യു. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമാവട്ടെ. 1 to 1 ഇതിന് മേലെ തന്നെ ഇതുപോലത്തെ എല്ലാവരും കൂട്ടി യോജിച്ചുകൊണ്ട് നിങ്ങളുടെ സമയവും നിങ്ങളുടെ എല്ലാ വിലപ്പെട്ടതെല്ലാം എടുത്ത് നിങ്ങൾ ചെയ്തിരുന്നൊരു നല്ല കാര്യങ്ങളാണ്. എല്ലാവർക്കും പ്രചോദനമാവട്ടെ. കലാപരമായ മാത്രമല്ലല്ലോ, ഇത് എഡ്യൂക്കേഷനിലും എല്ലാവരും ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഇത്തരം നീക്കങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. നിബ നൗഷീൻ ഫ്രം MES ഇന്റർനാഷണൽ സ്കൂൾ. നല്ല മാർക്കോടുകൂടി 10th ഗ്രേഡ് പാസ് ഔട്ട് ആയിരിക്കുന്നു. നിയാസ് ആൻഡ് ഷബ്നയുടെ മകളാണ്. മിസ്റ്റർ ഇർഷാദാണ് ഒരു മെമെന്റോ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ് നിബ. ഫാത്തിമ സമ MES ഇന്ത്യൻ സ്കൂളിൽ നിന്നും. ലിബ ഫാത്തിമ, കൺഗ്രാറ്റുലേഷൻസ് മോള്. ഒരുപാട് സന്തോഷം. MJ ഹയർ സെക്കൻഡറി സ്കൂൾ LHയിൽ നിന്ന് 10th ഗ്രേഡ് പാസ് ഔട്ട് ആയിരിക്കുന്ന ദാനിയ ഫാത്തിമ എന്ന മിടുക്കിക്ക് ഒരു നല്ല കയ്യടി. മിസ്റ്റർ ഷൗക്കത്തിന്റെയും റൊസീനയുടെയും മകളാണ് ദാനിയ ഫാത്തിമ. സാത്വിക ഷിജിത്താണ് ഈ ഒരു മൊമെന്റ് ഏറ്റുവാങ്ങുന്നത്. ഡോട്ടർ ഓഫ് മിസ്റ്റർ ഷിജിത്ത് ആൻഡ് മിസ്സസ് ശ്വേത. ഹാദി റഹ്മാൻ, മിസ്റ്റർ റിയാസ് ആൻഡ് ഷിദ്യ. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു സോ മച്ച്. ശരത്തേട്ടനും രശ്മിക്കും ഈ ഒരു മെമെന്റോ, ഗൗതം കൃഷ്ണയുടെ മെമെന്റോ ശരത്തേട്ടനും രശ്മിയും ചേർന്ന് ഏറ്റുവാങ്ങുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഇൻസ്പിറേഷന് വേണ്ടിയിട്ടാണ്. അതായത് ഒറ്റ ദിവസം പോലും സ്കൂളിൽ ആബ്സെൻ്റ് ആയിട്ടില്ല. അതുപോലെ തന്നെ നല്ല ഫുൾ മാർക്കാണ് എല്ലാത്തിനും കിട്ടിയിരിക്കുന്നത്. നല്ല മികച്ച മാർക്കാണ്. നല്ല ടോപ്പറായിട്ട് പാസ് ഔട്ട് ആയിരിക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട വൈഗ ശരത്. ശരത്തേട്ടനും രശ്മിയുടെ മകളാണ് വൈഗ. ഒരു മോളെ കൂടി വിളിക്കുകയാണ് ഹാനിയ ഷൗക്കത്ത്. ഹാനിയ ഷൗക്കത്ത് എഡ്യൂ പാർക്ക് മദ്രസ കൂടത്തായിൽ നിന്ന് പൊതുപരീക്ഷയിൽ ടോപ്പറാണ് മദ്രസയിൽ. ഹാനിയ ഷൗക്കത്ത്. മിസ്റ്റർ ഷക്കീം 1 to 1 മീഡിയയിൽ